സർ, ഭരണഘടന പ്രത്യേകമായ പരിഗണന കൽപ്പിച്ച് നൽകിയിട്ടുള്ള വിഭാഗങ്ങളാണല്ലോ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ഏതൊരു സർക്കാരും കൊടുക്കാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ളവരാണ്. അതൊരു ഔദാര്യമോ ഇതുമല്ല. എന്നിരിക്കെ ഇന്ന് കേരളത്തിൽ അങ്ങ് SC ഇതിൻ്റെ മിനിസ്റ്റർ കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നൽകുന്ന ആനുകൂല്യമാണ് ഗ്രാൻസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇന്ന് ST മേഖലയിൽ നിന്നുള്ള പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള പല SC മേഖലയിൽ നിന്നുള്ള കുട്ടികളും വിദ്യാഭ്യാസം തുടരുന്നതോ പോകുന്നതോ അത് നടക്കുന്നതോ, കാരണം ഭാവിയിലേക്ക് അവരെ ഉയർത്തിയെടുക്കാനുള്ള ഏക മാർഗം വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രാൻസ് മുടങ്ങുന്നതിൻ്റെ പേരിൽ പല കുട്ടികളും വിദ്യാലയങ്ങളിൽ അവരെ എണിപ്പിച്ച് നിർത്തുകയോ അവർ ഫീസ് കൊടുക്കാത്തവരുടെ കൂട്ടത്തിൽ അവർ ഇത് ചെയ്യുമ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു പ്രത്യേക ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ പ്രയാസമോ ബുദ്ധിമുട്ടോ അങ്ങോട്ട് പറയേണ്ടതില്ലല്ലോ. എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ ഇതിൻ്റെ പേരിൽ അവരുടെ ആത്മാഭിമാനം ക്ലാസ് റൂമുകളിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിൻ്റെ പേരിൽ പഠനം എന്ന് പറയുന്നത് അവർക്കൊരു ബാധ്യതയോ ബുദ്ധിമുട്ടായി പോകുന്നു. പ്രത്യേകിച്ച് ST വിഭാഗത്തിൽ നോക്കിയാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കണ്ടുവരുന്നു. ഇതുപോലുള്ള സാഹചര്യത്തിൽ SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് നൽകാൻ ഈ സർക്കാർ ബാധ്യതപ്പെട്ട ഗ്രാൻസ് എങ്കിലും സമയത്ത് നൽകാനുള്ള നടപടി ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്.